നിങ്ങൾക്കറിയോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ രാവിലെ സമയം 6:30. അപ്പോൾ ഇന്ന് നവംബർ 17 എനിക്ക് 40 വയസ്സ് തികയുന്ന ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ചാനൽ, എൻ്റെ കുറച്ച് നാളത്തെയുള്ള ഒരാഗ്രഹമാണ്. എൻ്റെ മനസ്സിലുള്ള പേഴ്സണലായിട്ടുള്ള ചില തോട്ടുകളും ഡെയിലി എൻ്റെ ഉള്ള ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെയർ ചെയ്യാൻ ഇൻ ദ സെൻസ് ഒരു ഡോക്യുമെൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത്, പണ്ടത് ഡയറി എഴുത്തായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടി നമുക്ക് അത് ബാക്കിയുള്ളവർക്കും കൂടി കാണാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. സോ ഒബ്വിയസ്ലി ഒരു ഡയറി എഴുതുന്നത് വേറൊരു പരിപാടിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ചിലപ്പോൾ അത് ഇൻസ്പിറേഷൻ ആവാം, ചിലപ്പോൾ അത് ചിന്തിക്കാനുള്ള ഒരു തോട്ട് പ്രൊവോക്കിംഗ് സംഭവമായിരിക്കാം. സോ എന്തു തന്നെയായാലും ആ ഒരു പർപ്പസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫ് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ മാറി മറിഞ്ഞിട്ടുള്ള ടേണിങ് പോയിന്റ്സ് ഉള്ള പല സാധനങ്ങളാണ്. അതിൽ ഈ റീസെൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഞാൻ 2022 കോവിഡിന് ശേഷം എന്നെ ഒരു ചെറിയ പരിപാടി ചെയ്തത് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത എന്നെ ഏറ്റവും അധികം എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവന്നുള്ള ഒരു പുസ്തകമാണ് ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ പുസ്തകം വാങ്ങിച്ചിട്ടുള്ള ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2022 മാർച്ചിലാണ് ഈ പുസ്തകം വാങ്ങിക്കുന്നത്. ഈ പുസ്തകം വാങ്ങിച്ച് എനിക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നുമല്ല പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഈ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിൻ്റെയൊക്കെ ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ ഈ സാധനം യൂട്യൂബിലുണ്ടാവും. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ വായിച്ചു പോകും. മനസ്സിലായ? അപ്പോൾ നമ്മളെവിടെ സ്റ്റെക്കാവില്ല, നമ്മളിങ്ങനെ കുറേശ്ശെ അത് കേൾക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളത് ഇങ്ങനെ വായിച്ചു പോകാം. സോ ഈ ഒരു സ്ട്രാറ്റജിയാണ് പുസ്തകം വായിക്കാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ അത് വായിക്കണം. ഇതിൻ്റെ മലയാളം വേർഷനൊക്കെ ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. പിന്നെ നമുക്ക് ലാംഗ്വേജും കൂടി പഠിക്കാൻ പറ്റും. സോ അങ്ങനെ വായിച്ച് ഇപ്പോൾ ഓഡിയോ ബുക്കൊന്നും ഇല്ലാണ്ട് ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. സോ ഇതൊരു ടിപ്പാണ് നിങ്ങൾ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്ക്. അപ്പം ഈ ഒരു പുസ്തകത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിൽ ചേഞ്ച് കൊണ്ടുവരണം. അപ്പോൾ ഹാബിറ്റിൽ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ എല്ലാവിധമായ ബാക്കിയുള്ള സമസ്ത മേഖലകളിലും ഉണ്ടാവും. പിന്നെ നമ്മളൊരു പുസ്തകം വായിച്ചാൽ അതിനെ കണക്ട് ചെയ്ത് വേറെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഉണ്ട്. എൻ്റെ കയ്യിൽ വേറെയും കുറേ പുസ്തകങ്ങളുണ്ട്. കുറേ പുസ്തകങ്ങൾ ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറേ പുസ്തകങ്ങൾ വായിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള പരിപാടി പിന്നീട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുസ്തകങ്ങൾ കാണുമ്പോൾ വാങ്ങിക്കും. ചില പുസ്തകങ്ങൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം വായിച്ചു കഴിയുമ്പോൾ നമുക്കതൊരു സുഖമില്ലാന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ അത് പിന്നീട് വായിക്കില്ല. ചില പുസ്തകങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കും. സോ ഇതൊക്കെ പുസ്തകം വായനയുടെ ഭാഗമാണ്. എനിക്ക് ഒട്ടും പറ്റാതിരുന്നതും താല്പര്യമില്ലാതിരുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ പക്ഷെ അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ചില്ലറ ചേഞ്ച് അല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സോ ഇതുപോലെയുള്ള കുഞ്ഞു കണ്ടന്റുകളാണ് നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പല വിഷയങ്ങൾ വരാം, രാഷ്ട്രീയം വരാം, അതേപോലെ നമ്മുടെ റിലീജിയസ് പെർസ്പെക്റ്റീവ്, സ്പിരിച്വൽ പെർസ്പെക്റ്റീവുകൾ വരാം, ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റുകൾ വരാം. ഇങ്ങനെ പല സബ്ജക്റ്റുകളും എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് തോന്നും. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.